ഒന്നാമത്തെ ഇടക്കാല ഉത്തരവ് മുതൽ എട്ടാമത്തെ ഇടക്കാല ഉത്തരവ് വായിച്ചാൽ ഒന്നാമത്തെ ഇടക്കാല ഉത്തരവിൽ തന്നെ കോടതിക്കുള്ള കൺവിക്ഷന്റെ രേഖകൾ പരിശോധിച്ച് ഉറച്ച ബോധ്യത്തിന്റെ സൂചനകൾ ആദ്യ ഉത്തരവിൽ തന്നെയുണ്ട്. അതിനിടയ്ക്കൊരു ഉത്തരവിൽ പറയുന്നുണ്ട്, ദ്വാരപാലകരുടെ പാളികൾ മാത്രമല്ല ദ്വാരപാലകരെ തന്നെ മൊത്തത്തിൽ ഇളക്കിക്കൊണ്ട് ഒരു കൺസിഡറബിൾ മോണിറ്ററി ബെനിഫിറ്റിന് വിറ്റോ എന്ന പരിശോധിക്കുന്ന നടക്കും കോടതി പറയുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഈ പറയുന്ന അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് സംശയം കോടതി പറയുമ്പോൾ ഇതിവിടെ നിൽക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ് ഉറപ്പായും സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ട് വായിച്ചതിന് ശേഷം തന്നെയാണ് കോടതി പറയുന്നത് ഇത് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണോ എന്ന് അന്വേഷിക്കണമെന്ന് SIT പറയുമ്പോൾ കോടതി പറയുന്നതിന്റെ ആ വ്യാപ്തി ദേവസ്വം ബോർഡ് തിരിച്ചറിയുന്നുണ്ടോ, സർക്കാർ തിരിച്ചറിയുന്നുണ്ടോ? ഷഫീദ്, ഇക്കാര്യത്തിൽ ഇന്നത്തെ കോടതിയുടെ നിരീക്ഷണം കൂടി പുറത്തേക്ക് വരുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയെ കേന്ദ്രീകരിച്ച് നമുക്ക് ഇനി പറയാനുള്ളത്, ഇനി വരും ദിവസങ്ങളിൽ കേൾക്കാൻ പോകുന്നത് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല ഈ വിഷയത്തിൽ ഇതിനോടകം തന്നെ ഈ ദേവസ്വം പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്ത് ആവർത്തിച്ച് പറയുന്നു, ഞങ്ങൾക്കിതിരാ ഇക്കാര്യത്തിലൊന്നും ഏതെങ്കിലും തരത്തിൽ ഭയമില്ല, അന്വേഷണം നടക്കട്ടെ. ദേവസ്വം മന്ത്രി VN വാസവനും പറയുന്നു SIT അന്വേഷണം നല്ല രീതിയിൽ പോകുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചത് നല്ല കാര്യമല്ലേ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോഴും ചോദ്യം പ്രസക്തമായ ഒരു ചോദ്യം എന്ന് പറയുന്നത് 2019 ഈ കൊള്ള നടക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ഇവരൊക്കെ ഇക്കാര്യത്തിൽ എന്ത് ആക്ട് ചെയ്തു എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്വർണം അത് കൈവശം വെച്ചു എന്നുള്ള കാര്യം ദേവസ്വം ബോർഡ് അറിഞ്ഞില്ലേ? അതിന്റെ മിനിറ്റ്സ് അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതിൽ അവർ എന്ത് നോക്കി നിൽക്കുകയാണെന്നൊക്കെ കോടതി ചോദിക്കണമെങ്കിൽ സ്വാഭാവികമായും വലിയ ചില കണ്ടെത്തലുകൾ SIT നടത്തി അത് കോടതിക്ക് മുൻപിലേക്ക് എത്തിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ. ഇനി രണ്ടാമത്തെ കാര്യം, ഇതുവരെയുള്ള SIT അന്വേഷണത്തിന്റെ പൂർണ്ണ വിവരം അത് നമ്മുടെ ഇല്ല. പകരം നമുക്ക് ലഭിക്കുന്നത് കോടതി നിരീക്ഷണങ്ങളുടെ, കോടതി ഉത്തരവുകളുടെ വിവരങ്ങൾ മാത്രമാണ്. അത് സ്വാഭാവികമായും അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന അന്വേഷണത്തിന്റെ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളുണ്ട് എന്ന് കരുതാനും വയ്യ. അപ്പോൾ വീണ്ടും പലതരത്തിലുള്ള സംശയങ്ങൾ അക്കാര്യത്തിൽ ഉയരും. ഏതായാലും ഇനി കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. N വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കം അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. മാത്രമല്ല മറ്റു ചിലരെ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യും. അന്നത്തെ ദേവസ്വം ബോർഡ് ഭാരവാഹികളിലേക്ക് കൂടി അന്വേഷണം നീങ്ങുകയും ചെയ്യും. ഹാഷ്മി, സലീം മാൽക്കൂടി ചേരുന്നു. സലീമ, സന്നിധാനത്തെ പരിശോധന ഇന്നിപ്പോ ഓരോ തവണ ഓരോ റിപ്പോർട്ടുകൾ കോടതിക്ക് മുൻപാകെ വെക്കുമ്പോൾ കോടതി അന്വേഷണ സംഘത്തിന് ഏതളവിൽ ഏത് എക്സ്റ്റന്റിൽ അന്വേഷിച്ചോളൂ എന്നുള്ള ബ്ലാങ്ക് ചെക്ക് കൂടി കൊടുക്കുകയാണ് പരോക്ഷമായി. ഇനി ഏത് തരത്തിലുള്ള പരിശോധനകൾ സന്നിധാനത്ത് പ്രതീക്ഷിക്കണം? ഏറ്റവും ഒടുവിൽ ഈ കട്ടളപ്പാളിയുടെ കാര്യത്തിലടക്കം കുറച്ചുകൂടി ഗുരുതരമായ നിരീക്ഷണങ്ങൾ, കുറച്ചുകൂടി ഗുരുതരമായ കണ്ടെത്തൽ പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ സലിം, കാശ്മീർ തീർച്ചയായും ഈ കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് ഈ അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്നത്. നേരത്തെ ആയിരുന്നു, ആദ്യഘട്ടത്തിലായിരുന്നു ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട ചില പരിശോധനകൾ സന്നിധാനത്ത് നടത്തിയത്. അത് 2 തവണ അതിനുവേണ്ടി മാത്രം സന്നിധാനത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘം പ്രത്യേക ടീമായി തന്നെ എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇന്ന് സന്നിധാനത്ത് നടത്തുന്ന പരിശോധന ഈ അന്വേഷണ സംഘത്തിന്റെ 3ാമത്തെ പരിശോധനയാണ്. കഴിഞ്ഞ 2 തവണയും ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു അന്വേഷണമെങ്കിൽ ഇത്തവണ പൂർണ്ണമായും കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ടതാണ്. അത് തന്നെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ചില മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് വളരെ വേഗത്തിൽ അന്വേഷണ സംഘം, ഒരു CA ഉൾപ്പെടെ 3 അംഗ സംഘം സന്നിധാനത്തെത്തി വിശദമായ പരിശോധന നടത്തി. അവർ ഈ 5 മണിക്കൂറിലധികം സന്നിധാനത്ത് ചിലവഴിച്ചാണ് പരിശോധന നടത്തിയത് എന്നാണ് അറിയുന്നത്. ചില രേഖകൾ പരിശോധിച്ചു, ഒപ്പം തന്നെ അവിടുത്തെ രജിസ്റ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വീണ്ടും പരിശോധിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ നിലയിൽ വീണ്ടും തുടർന്നും ആ രജിസ്റ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ച ശേഷം തുടർന്ന് വീണ്ടും ഇവിടേക്ക് തുടർ പരിശോധനയ്ക്കായി വീണ്ടും എത്തുമെന്നുള്ള സൂചന കൂടി നൽകിയാണ് അവർ മടങ്ങിയിരിക്കുന്നത്. മാത്രമല്ല നേരത്തെ മുൻ ബോർഡ് അംഗം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് വിധേയനായിരുന്നു. N വിജയകുമാറാണ് ഈ അടുത്ത ഘട്ടത്തിലെ ചോദ്യം ചെയ്യൽ നടന്നത്. ഒപ്പം തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയറായ സുനിൽകുമാറിനെയും കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ നിന്നൊക്കെ ലഭിച്ച വിവരങ്ങൾ കൂടി ഇന്നത്തെ പരിശോധനയുടെ ഭാഗമായി. ഹാഷ്മി, ഷഫീദ് റാവുത്തറും വിഷ്ണുവും സലിം മാലിക്കുമാണ് വാർത്തയിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.